ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. അതിനായിട്ട് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിന്റെ 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. അനന്യാസ് എന്ന ഒരു പുരുഷൻ തന്റെ ഭാര്യ സഫീറയോടുകൂടി ഒരു നിലം വിറ്റു. ആർക്കും തീരെ ഇഷ്ടമില്ലാത്ത ഒരു അത്ഭുതമാണ് ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടെന്നാൽ പൊടുന്നനവയുള്ള 2 പേരുടെ മരണമാണ് അതിനകത്തെ പ്രതിപാദ്യ വിഷയം. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അവർ ദൈവത്തെക്കാൾ സ്നേഹിച്ചു എന്നതാണ് കാരണം. കനകം മൂലം കാമിനി മൂലം കലഹം പലതരമുലകിൽ സുലഭം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പറയിവറ്റ പന്തിരുകുലം എന്ന ഒരു കാവ്യസൃഷ്ടിയുടെ ഒരു കഥ അതിനകത്ത് ഇങ്ങനെയാണ്. അക്കനാരും ഭാര്യ തേയിയും കൂടി കാട്ടിൽ മുളവെട്ടുകയായിരുന്നു. ഒരു ദിവസം മുളവെട്ടുന്നതിനിടയിൽ കുറേയേറെ സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ ഒരു കലം അവർക്ക് ലഭിച്ചു. ആ നാണയങ്ങൾ ചിതറി താഴേക്ക് വീണപ്പോ പാക്കനാർ വിളിച്ചു പറഞ്ഞു 2 വാക്ക് ഇങ്ങനെയാണ്: ഇതാ മരണം, ഇതാ മരണം. പാക്കനാരുടെ ഭാര്യ തേയി അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയപ്പോൾ മരണമോ? തേയിയോട് പാക്കനാർ പറഞ്ഞു, ഒരല്പം മാറി നിൽക്ക്, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പോ 2 പേർ അതുവഴി വന്നു. അവർ ഈ സ്വർണ്ണ നാണയം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അവരിൽ ഒരാൾ പറഞ്ഞു, ഇത് നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുണ്ട്, ഇനി കഷ്ടപ്പെടേണ്ട കാര്യമില്ല, നമുക്കിത് 2ആയി വീതിച്ചെടുക്കാം. അവർ സമ്മതത്തോടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ ഒരാൾ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യൂ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം, അത്ര സമയം നീ ഇവിടെ നിൽക്ക്. ഇയാൾ കുളിക്കാൻ പോയ സമയത്ത് ഇയാൾ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ 2ാമൻ വിഷം കലർത്തിയിട്ട് കാത്തിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അയാൾ കുളിച്ചിട്ട് വന്നിട്ട് മറ്റേ ആളോട് പറഞ്ഞു, നീയും പോയി കുളിച്ചിട്ട് വാ. ഇയാൾ 2ാമൻ കുളിച്ചിട്ട് വരാൻ പോകുന്ന സമയത്ത് 1ാമൻ എന്ത് ചെയ്തു? അയാളുടെ ഭക്ഷണത്തിലും വിഷം കലർത്തി. 2 പേരും ഇത് പരസ്പരം അറിയാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് സ്വർണ്ണ നാണയം വീതിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചു, തൽക്ഷണം അവർ 2 പേരും മരിച്ചു. ഇതാണ് പണത്തെക്കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പെന്തക്കോസ്തുകാരുടെ ഇടയിലും ഏറ്റവും അധികം അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ദ്രവ്യാഗ്രഹം മാത്രമല്ല, സ്ഥാനമോഹവും സർവനാശത്തിനും കാരണമായി തീരും എന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ്. അത്രമാത്രം നമ്മുടെ സ്ഥാനമോഹം നമ്മെക്കൊണ്ട് എത്തിച്ചിരിക്കുകയാണെന്ന് തിരിച്ചറിയേണ്ട സമയം നമ്മൾ മനസ്സിലാക്കണം. പിതാവേ, അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങൾ ദ്രവ്യാഗ്രഹമില്ലാത്തവരായി, സ്ഥാനമോഹങ്ങളില്ലാത്തവരായി അങ്ങയെ സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.